വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന് കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, നിപ അല്ല കുഞ്ഞിന്റെ മരണകാരണമെന്ന് നേരത്തെ DMO വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മരണകാരണം സംബന്ധിച്ച് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 വയസ്സുകാരിയുടെ മരണകാരണം മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നതിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. പരിശോധനയുടെ ഫലം വന്നാൽ മാത്രമേ അത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പ്രാഥമിക പരിശോധനയിൽ മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ്, ഇന്നലെയാണ് ഇത്തരത്തിൽ കുട്ടി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ ചികിത്സയ്ക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പോൾ മസ്തിഷ്ക ജ്വരമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കുട്ടി മരിക്കുന്നതിന് അല്ലെങ്കിൽ പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീടിന് തൊട്ട് സമീപത്തുള്ള കുളത്തിൽ കുളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള സാധ്യതയും ആളുകൾ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് പരിശോധനയ്ക്ക് കുട്ടിയുടെ സ്രവം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത്. അതേസമയം കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സയ്ക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് മാതാപിതാക്കൾ പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പ സംശയത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ തന്നെ വൈറോളജി ലാബിൽ സ്രവം പരിശോധിച്ചിരുന്നെങ്കിലും അതിന്റെ ഫലം നെഗറ്റീവായിരുന്നു. ഇക്കാര്യങ്ങൾ DMO തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ കുട്ടിയുടെ സഹോദരങ്ങൾക്കും സഹപാഠികൾക്കും പനിയുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനാൽ ഇവരെല്ലാവരും തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ നിരീക്ഷണത്തിലാണ് ഉള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കരിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടു മുൻപ് കോരങ്ങാട് കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ പൊതുദർശനം സംഘടിപ്പിച്ചിരുന്നു. അത് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ, ഇത്തരത്തിൽ സംശയം നിലനിൽക്കുന്നതിനാൽ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ ആംബുലൻസിനുള്ളിൽ മൃതദേഹം വെച്ചുകൊണ്ടായിരുന്നു പൊതുദർശനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അരുണ്യ, ശരി. താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.